നമ്മുടെ പാർട്ടി ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഏകകണ്ഠമായി നമ്മുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കണമെന്നാണ് പാർട്ടിയുടെ തീരുമാനം. സ്ത്രീകൾ ആദ്യം. അതുകൊണ്ട് വനിതാ പ്രതിനിധിയായിട്ട് ആരെ നിർത്താം? സഖാവ് സേതുലക്ഷ്മിയെ നിർത്തണം. വരട്ടെ. സഖാവ് സേതുലക്ഷ്മിയുടെ പേര് സഖാവ് ഗോമതി നിർദ്ദേശിച്ചു. ഇനി ഒരാൾ പിന്താങ്ങണം. ഞാൻ പിന്താങ്ങുന്നു. അപ്പോ സഖാവ് സേതുലക്ഷ്മിയെ സഖാവ് ഗോമതിയുടെ നിർദ്ദേശപ്രകാരം സഖാവ് മേരിയുടെ പിന്തുണയോടുകൂടി വനിതാ സ്ഥാനാർത്ഥിയായി നാം സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യുന്നു. അടുത്ത സ്ഥാനാർത്ഥിയായി സഖാവ് DKയുടെ പേര് ഞാൻ നിർദ്ദേശിക്കുന്നു. സഖാവിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ തുറക്കാനമ്മേ. ഉറങ്ങിയില്ലേ നിങ്ങൾ ഇതുവരെ? കിടക്കാൻ പോവായിരുന്നു. എന്നാ പിന്നെ അന്നമ്മേ ഞങ്ങള് വീട്ടിലോട്ട് പോവാ. ഓ ഇനിയിപ്പൊ ഈ രാത്രിയിൽ എങ്ങോട്ട് പോകണ്ടല്ലോ. അതെ, നിങ്ങൾ അമ്മയും മോനും കൂടെ ഇവിടെ കിടക്ക്, ഞങ്ങൾ അപ്പുറത്ത് കിടന്നോളാം. വാ. ഞാൻ കഴിച്ചോളാം, നീ അവിടെ ഇരിക്കേ. അസുഖം വല്ലതും തോന്നുന്നുണ്ടോ അന്നമ്മേ? ഉണ്ട്, ഞാൻ പറയത്തില്ലയോ. നീ കഞ്ഞി കുടിച്ചോ? ഉം. ആഹാരം സമയാസമയത്ത് കഴിച്ചോണം, ഉള്ളത്. വിശന്നിരിക്കില്ലേ? ഈ സമയത്ത് മുഴുവൻ നേരവും അന്നമ്മയുടെ കൂടെ ഇരിക്കേണ്ടവനാ ഞാൻ. ഓ അതൊന്നും സാരമില്ല ചായ. അന്നമ്മോ, നമ്മുടെ പാർട്ടി ജയിക്കും. നമ്മുടെ DK MLA ആകും. ചിലപ്പോ ഈ നാട് ഭരിക്കുന്ന ഒരു മന്ത്രിയും. മോൻ കേട്ടോ, മോന്റെ അപ്പച്ചൻ മന്ത്രിയാകുന്നു. അങ്ങനെ തന്നയച്ചതാ മോക്ക്. വേണ്ടാന്ന് പറയരുത് മോളെ. മോളുടെ മാലയും വളയൊക്കെ ആയത്. ഇത് കുറച്ച് രൂപയും. എനിക്കെന്തിനാ ചേട്ടത്തെ ഇനി മാലയും വളയും ഒക്കെ? എന്നും എന്റെ വില കൂടിയ ആഭരണം തപ്പിച്ചിട്ട് സ്നേഹമായിരുന്നു, അത് പോയി. അതൊന്നും പോയിട്ടില്ല മോളെ.
പോയിട്ടില്ലേ? ഇന്ന് പള്ളിയിൽ വെച്ച് എന്നെ ഈ നിലയിൽ കണ്ടിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ പോകാൻ അപ്പച്ചന് കഴിഞ്ഞല്ലോ. സാരമില്ല, ഞാൻ അനുഭവിച്ചോളാം. ചേട്ടത്തി അപ്പച്ചനോട് പറഞ്ഞേക്ക്, അപ്പച്ചൻ ഇപ്പൊ എന്നെ വേദനിപ്പിക്കുന്നതിലേറെ അപ്പച്ചനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാവുന്ന. അപ്പച്ചൻ ഇപ്പൊ എന്നെ വേദനിപ്പിക്കുന്നതിലേറെ അപ്പച്ചനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാവുന്ന. അവറാക്കുട്ടി, കരയക്കുട്ടി ജോസൂട്ടി പൊക്കടാ. എനിക്ക് അപ്പച്ചനെ ഒന്ന് കാണണം. അവറാക്കുട്ടി, അന്നമ്മേ ശരീരം കാണിക്കണം. പറ്റത്തില്ല അച്ചോ, മേടയിൽ ഇട്ടിച്ചൻ ഇങ്ങനെ ഒരു മോളില്ല. അയ്യോ, എന്റെ അപ്പച്ച, അച്ചായ, എനിക്ക് എന്റെ അപ്പച്ചനെ ഒന്ന് കാണണം. എനിക്ക് എന്റെ അപ്പച്ചനെ കാണണം. അച്ചോ, എന്റെ അപ്പച്ചനെ ഒന്ന് കാണിക്കാൻ പറ അച്ചോ. കാണണോ അന്നമ്മേ നിനക്ക്? മരിച്ചു വീണാലും കാണിക്കത്തില്ലടാ. പറയുന്നമ്മേ, അന്നമ്മേ കാണണോ? എന്റെ അപ്പച്ചനെ ഒന്ന് ശരീരം താഴെ വെക്കാൻ പറയാച്ചോമാരോടെ. ആന്റോണി, സ്റ്റീഫ, ദേവി ഏത് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അച്ചോ, സ്റ്റീഫ, കർത്താവിനെ ഓർത്ത്. പറയാന്നമ്മേ, നിനക്ക് കാണണേ നിന്റെ അപ്പച്ചനെ നീ കണ്ടിരിക്കും. വേണ്ട അച്ചായ, എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട. ഡീക്കേ, വാ. അച്ചോ, ഇഷ്ടപ്പെട്ട പുരുഷനെ കല്യാണം കഴിച്ചു പോയതുകൊണ്ട് സ്വന്തം അപ്പന്റെ ശരീരം പോലും മകളെ കാണിക്കാൻ പാടില്ലെന്ന് അച്ഛന്റെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? നിയുക്ത മന്ത്രിമാർ നാളെ രാവിലെ 10 മണിക്ക് ഗവർണറുടെ മുമ്പാകെ സത്യപ്രതിജ്ഞാവാചകങ്ങൾ ചൊല്ലി സ്ഥാനങ്ങൾ ഏറ്റെടുക്കും. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി ശ്രീ ജനാർദ്ദനൻ പോറ്റിയെ പാർട്ടി ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു.